ഫാഷിസ്റ്റ് ഭീഷണി ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ രാജ്യത്തെ ദളിതകളെയും ന്യൂനപക്ഷങ്ങളെയും ആദിവാസികളെയും സ്ത്രീകളെയും ബുദ്ധിജീവികളെയും എഴുത്തുകാരെയും അടക്കി നിർത്താൻ അടിച്ചൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം നമ്മൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒട്ടേറെ കലാപങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. സാധാരണഗതിയുള്ള സംഭവമല്ല. ജനക്കൂട്ടം വന്ന് ബീഫ് കഴിക്കുന്നു എന്ന് ആക്ഷേപിച്ച് ആളുകളെ തല്ലിക്കൊല്ലുക, അതാണ് ഇവിടെ നടക്കുന്നത്. നിരപരാധികളായ ദളിതുകൾ പഞ്ചാബിലെ ഉറിയിൽ തൊഴിൽ സ്വീകരിക്കാൻ നിൽക്കുന്ന അവിടുത്തെ ദളിതരായ ആളുകൾക്കെതിരെ അക്രമം നടത്തുന്നു. ലതികൾക്കെതിരായി വ്യാപകമായ തോതിൽ അക്രമം അഴിച്ചുവിടുന്നു. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ദളിതർക്ക് ഇന്നും കടയിൽ പോയി മറ്റുള്ളവരെ പോലെ ചായ കുടിക്കാൻ ഒത്തില്ലെന്ന് നമുക്കൊക്കെ അറിയാം. അവർക്ക് ചിരട്ടിയിലാണ്, മൺപാത്രത്തിലാണ് പ്രത്യേകമായി ചായ കൊടുക്കുക. അങ്ങനെ അധികൃതരായിട്ടുള്ള ദളിത് ആദിവാസികൾ അവർക്കെതിരെ വ്യാപകമായ രീതിയിൽ അക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. മുഹമ്മദ് അഖ്ലാഖിന്റെ സംഭവത്തിന് ശേഷം ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ച് അദ്ദേഹത്തെ തല്ലിക്കൊന്നതിന് ശേഷം നിരന്തരമായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മറ്റും സംഘടിതമായി സംഘപരിവാർ ശക്തികൾ ഒരുങ്ങിച്ചുകൊണ്ട് ആളുകളെ കൊലപ്പെടുത്തുന്ന സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഒന്നും രണ്ടും സംഭവങ്ങളല്ല. അക്രമകാരികൾക്ക് എല്ലാവിധ പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. UPയിലെ മുഖ്യമന്ത്രി നമുക്കറിയാം, വർഗീയ കലാപത്തിന്റെ പേരിൽ ഏതാനും ദിവസം തടയിൽ പോയിട്ടുള്ളയാളാണ്. മുഴുത്ത വർഗീയവാദിയാണ്, അംഗീകരിക്കപ്പെട്ടയാളാണ്. ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നതിന് വേണ്ടി RSSന്റെ തീവ്ര പോരാട്ടം കണ്ടതുകൊണ്ട് ഒരു സായുധസേന ഉണ്ടാക്കി നടക്കുകയാണ്. നിരന്തരം സംഭവം നടക്കുന്നു. അവസാനമായിട്ടാണ് ജുനൈദിന്റെ സംഭവം നടന്നത്. പെരുന്നാൾ സാധനം വാങ്ങുന്നതിന് വേണ്ടി ഡൽഹിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ആഫിലായിട്ടുള്ള ജുനൈദ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരും യാത്ര ചെയ്യുമ്പോൾ ബീഫ് കഴിക്കുന്നവരാണെന്ന് ആക്ഷേപിച്ച്, തലയിൽ തൊപ്പിയുള്ളത് കൊണ്ട് അതിനെ ആക്ഷേപിച്ച്, ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിലെ വ്യക്തിയാണെന്ന രീതിയിൽ അതിനെ ആക്ഷേപിച്ച് നിർദ്ദയമായി കുത്തിക്കൊലപ്പെടുത്തുന്ന സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടായി. ട്രെയിനിൽ ആളുകൾക്ക് ഒരു സഹായിക്കാൻ വന്നില്ല. പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തെറിഞ്ഞിട്ടും നിയമപാലകരോ മറ്റുള്ളവരോ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. നിരപരാധിയായി പ്രജുനയിൽ സ്വന്തം സഹോദരന്റെ മടിയിൽ കിടന്ന് ആഷിഖിന്റെ മടിയിൽ കിടന്നാണ് മരണമടഞ്ഞത് എന്ന് വായിച്ചിട്ടുണ്ട്. അത്രയും ഗൗരവകരമായ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സമീപകാലത്ത് ശ്രീ നരേന്ദ്രമോദി അപലപിച്ചു. എന്തിനാണ് അപലപിക്കുന്നത്? ശക്തമായി എതിർപ്പ് വന്നപ്പോ അദ്ദേഹം നല്ലയാളായി സമയാൻ വേണ്ടിയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ കുരുതിക്കൊടുത്തിട്ടുള്ള, നൂറുകണക്കിന് സ്ത്രീകളെ പരസ്യമായി ബലാത്സംഗം ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഗുജറാത്തിലെ നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയോ രാജ്യത്തെ ആദിവാസികളെയോ രാജ്യത്തെ ദളിതരെ സംരക്ഷിക്കാനും കഴിയില്ലെന്നത് പകൽ പോലെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇപ്പൊ കാട്ടിക്കൂട്ടുന്നൊക്കെ അങ്ങനെയുള്ള വിചാരവിദ്യ മാത്രമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ, ഇവിടുത്തെ മതേതര വിശ്വാസികൾ, ഇവിടുത്തെ ജനാധിപത്യവാദികൾ രാജ്യത്തിന്റെ പവിത്രമായിട്ടുള്ള പൈതൃകങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ, മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ, ഇതുപോലെ അക്രമത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഭരണകൂട ഭീകരതയ്ക്കെതിരായി, ഈ നിസ്സംഗതയ്ക്കെതിരായി എല്ലാം നിർമ്മിച്ചു നിന്ന് പടപൊരുതാൻ വേണ്ടിയുള്ള നേതൃപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ പ്രക്ഷോഭ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്.
ദേശീയത നടക്കുന്ന പ്രതിഷേധ റാലിയുടെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്നത്. ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ പരിപാടിയുണ്ട്. അടുത്ത 18-ാം തീയതി പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. ജുനൈദ് മരിച്ചതിന് ശേഷം ആ കുടുംബത്തിനെ പോയി കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട എംപിമാരായിട്ടുള്ള E.T. മുഹമ്മദ് ബഷീറും അബ്ദുൽ വഹാബ് എംപിയും നമ്മുടെ MSFന്റെ യൂത്ത് ലീഗിന്റെയും ദേശീയ നേതാക്കന്മാരും അവിടെ പോയി അവരെ കണ്ടവരുമായി സംസാരിച്ചു. നിയമപരമായും മറ്റു കാര്യങ്ങളിലും അവരെ സഹായിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകി. ആ സഹായവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സമര പരിപാടി ഏറ്റെടുത്തുകൊണ്ട് നീതിക്ക് വേണ്ടി, സത്യത്തിന് ഏൽപ്പിന് വേണ്ടി, ഈ അവഗണനയ്ക്കെതിരായി, ഈ അസത്യത്തിനെതിരായി, ഈ ഫാസിസത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകാൻ മുസ്ലിം ലീഗ് പാർട്ടി ആഗ്രഹിക്കുന്നു.